എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPCക്ക് ചോദിച്ച ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Sundarbans is the largest single block of tidal allopathic dash forest in the world. സുന്ദർബൻസ് എങ്ങനെയുള്ളതെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം എങ്ങനെയുള്ളതാണ് സുന്ദർബൻസ് എന്ന് പറയുന്നത്. എന്താണ്? മാൻഗ്രൂവ് ആണ്. ഓക്കെ, സുന്ദർബൻസ് എന്ന് പറയുന്നത് എന്താണ്? മാൻഗ്രൂവ് ഫോറസ്റ്റ് ആണ്. ഓക്കെ, prior to independence the first Indian jute mill was set up in, അതായത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൂട്ട് മിൽ തുടങ്ങിയത് എന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ്? ബംഗാളിലാണ്. ഓക്കെ, ബംഗാളിലാണ് ഉത്തരം. The huge storm known as Great Red Spot is associated with which planet? ഏത് പ്ലാനറ്റുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ജൂപ്പിറ്ററുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ ജനറേറ്റ്സ് ഇൻ, അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ എവിടെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? എവിടെയാണ്? ഇന്ത്യൻ ഓഷ്യനിലാണ് എന്ത് ചെയ്യുന്നത്? സൗത്ത് വെസ്റ്റ് മൺസൂൺ ജനറേറ്റ് ചെയ്യുന്നത്. Which state of India has the largest number of cotton mills? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോട്ടൺ മിൽസ് ഉള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഏതാണ്? മഹാരാഷ്ട്ര. യർവാദ ജയിൽ ഈസ് ഇൻ, യർവാദ ജയിൽ എവിടെയാണുള്ളത്? പൂനെയിലാണ്. നമ്മുടെ വിഷ്വൽ ക്ലാസ് കണ്ടവർക്കറിയാം എന്താണ് യർവാദ ജയിലിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഇനി വിഷ്വൽ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷ്വൽ ക്ലാസ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് കാണാൻ പറ്റും. ആ പ്ലേലിസ്റ്റിൽ കയറിയ ശേഷം പൂനെ നഗരത്തിൻ്റെ വിഷ്വൽ ക്ലാസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കാണുക. പൂനെ നഗരത്തിൻ്റേത് മാത്രമല്ല, എല്ലാ വിഷ്വൽ ക്ലാസ്സുകളും കാണുക. അപ്പോൾ പരീക്ഷയ്ക്ക് എന്താണ് വളരെ അധികം ഉപകരിക്കുന്ന രീതിയിലാണ് നമ്മൾ വിഷ്വൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യ ഷെയർ വാട്ടർ ബോർഡേഴ്സ് വിത്ത് ഡാഷ് കൺട്രീസ്. ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി വാട്ടർ ബോർഡേഴ്സ് ഷെയർ ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട്. എത്ര രാജ്യങ്ങളാണ്? 7 രാജ്യങ്ങളാണ് അല്ലേ? ഏതൊക്കെയാണത് നമുക്ക് നോക്കാം. ആ 7 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, മ്യാൻമാർ, പാകിസ്ഥാൻ, തായ്ലാൻഡ്, ശ്രീലങ്ക, ലാസ്റ്റ് വൺ മാൽഡീവ്സ്. ഓക്കെ, ഇനി ഇന്ത്യ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ്? ലാൻഡ് ബൗണ്ടറീസ് കേട്ടോ. ഇതെല്ലാം വാട്ടർ ബൗണ്ടറീസ്, അതായത് മാരിടൈം ബൗണ്ടറീസ് ആണ്. ഇനി ലാൻഡ് ബൗണ്ടറി ഏതൊക്കെ രാജ്യമാണ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ്? ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ചൈന, മ്യാൻമാർ, നേപ്പാൾ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് ലാൻഡ് ബൗണ്ടറിയും അതുപോലെ തന്നെ വാട്ടർ ബൗണ്ടറീസുമായിട്ട് ഇന്ത്യ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ. ഓക്കെ,
ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദ ഒഫീഷ്യൽ ജേണൽ ഓഫ് ദ കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ച് ഈസ്, അവരുടെ ഒഫീഷ്യൽ ജേണൽ ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാണ്? അഡ്വാൻസസ് ഇൻ സ്പേസ് റിസർച്ചാണ് അവരുടെ ഒഫീഷ്യൽ ജേണൽ എന്ന് പറയുന്നത്. ISS സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഓക്കെ. താർ ഡെസേർട്ട് ഈസ് ഇൻ, താർ ഡെസേർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? താർ ഡെസേർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ദ ഫേമസ് നെക് ചാന്ദ് റോക്ക് ഗാർഡൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ, എവിടെയാണ്? ചണ്ഡീഗഡിലാണ്. ഓക്കെ, ചണ്ഡീഗഡ്. സ്റ്റഡി ഓഫ് എർത്ത് ഈസ് നോൺ ആസ് എന്താണ്? ജിയോളജിയാണ് എന്ത് എന്ന് പറയുന്നത്? സ്റ്റഡി ഓഫ് എർത്ത് എന്ന് പറയുന്നത്. CDM സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. CDM എന്ന് പറയുന്നത് എന്താണ്? ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. ഓക്കെ. ഹിരാക്കുണ്ട് റിസർവോയർ ഈസ് ബിൽറ്റ് അക്രോസ് ദ റിവർ. ഹിരാക്കുണ്ട് റിസർവോയർ ഏത് റിവറിൻ്റെ അക്രോസിലാണ് എന്താണ് പണി കഴിപ്പിച്ചിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? മഹാനദിയാണ്. NGT സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് എന്ത് എന്ന് പറയുന്നത്? NGT എന്ന് പറയുന്നത്. ഹൗ മെനി മൂൺസ് ഡസ് ദ പ്ലാനറ്റ് മാസ് ഹാവ്? എത്രയാണ്? B, 2 ആണ്. വാട്ട് ഈസ് ദ ഡെസേർട്ട് അഡ്ജോയിനിങ് ദ താർ ഡെസേർട്ട് കോൾഡ് ഇൻ പാകിസ്ഥാൻ? ഏതാണ്? ചോലിസ്ഥാൻ. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത്? എർത്തിൻ്റെ ഷേപ്പ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? എന്താണ്? ഒബ്ലേറ്റ് സ്ഫെയർ ആണ്. ഓക്കെ. അതായത് എങ്ങനെ വരും? ഏകദേശം എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെ വരും? ഇങ്ങനെ വരും അല്ലേ? ഓക്കെ. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് കോണ്ടിനെൻറ്റ്? സ്മോളസ്റ്റ് കോണ്ടിനെൻറ്റ് ഏതാണ്? ഓസ്ട്രേലിയ. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ വേൾഡ്? ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഏതാണ്? ലേക്ക് സുപ്പീരിയർ. വേർ ക്യാൻ യു ഫൈൻഡ് ദ കുഞ്ച്ക്യാർ വാട്ടർഫാൾസ്? എവിടെയാണ്? കർണാടകയിലാണ്. ഓക്കെ. കുഞ്ചിക്കൽ വാട്ടർഫാൾസ് കർണാടക. ലൂസോങ് ഫെസ്റ്റിവൽ ഈസ് പോപ്പുലർ ഇൻ സിക്കിം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നോൺ പോപ്പുലർ ഡെസേർട്ട് ഇൻ ദ വേൾഡ്? ഏതാണ്? സഹാറ. ഗ്രാനൈറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ്, ഗ്രാനൈറ്റ് എന്തിൻ്റെ എക്സാമ്പിളാണ്? ഇഗ്നീഷ്യസ് റോക്സിൻ്റെ എക്സാമ്പിളാണ് എന്ത് എന്ന് പറയുന്നത്? ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ദ ബ്രൈറ്റസ്റ്റ് സ്റ്റാർ ഇൻ അവർ നൈറ്റ് സ്കൈ? ഏതാണ്? സിറസ് എ. നെയിം ദ ഇന്റർ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ കോഓപ്പറേഷൻ? ഏതാണ്? UN ആണ്, അഥവാ യുണൈറ്റഡ് നേഷൻസ്. ആഫ്റ്റർ എൻറ്ററിങ് ബംഗ്ലാദേശ് ദ മെയിൻ ബ്രാഞ്ച് ഓഫ് ദ ഗാഞ്ചസ് ഈസ് നോൺ ആസ് പദ്മ റിവർ. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ദ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് സിറ്റുവേറ്റഡ്? ഏതാണ്? ഉത്തരാഖണ്ഡ്. ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഫോർ ദ ആർട്സ് ഈസ് ഹെഡ്ക്വാർട്ടേഡ് അറ്റ് ന്യൂഡൽഹി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളിന്ന് ജോഗ്രഫിയിലെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്താണ് ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലെയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണാത്തവർക്ക് കയറി നോക്കിയാൽ അറിയാം. സയൻസ് വിഷയങ്ങളായാലും ആർട്സ് വിഷയങ്ങളായാലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ മാത്സ് നമ്മൾ വീഡിയോസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ കാണാത്തവർ ബാക്കിയുള്ള വീഡിയോസും കൂടി കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.